ഹലോ, അങ്ങനെ നമ്മുടെ പര്യടനം കേരളത്തിന്റെ മിനി ഗോവയിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. വർക്കല ബീച്ച്, തിരുവനന്തപുരത്ത് വർക്കല ബീച്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇത്രയും കാലത്തിന്റെ ഇടയിൽ ഞാൻ ഫോട്ടോസിലും വീഡിയോസിലും മാത്രമാണ് വർക്കല ബീച്ച് കണ്ടിട്ടുള്ളൂ. അതുപോലെ വർക്കല ക്ലിഫ്, അതൊക്കെ ഞാൻ ഫോട്ടോസിലും വീഡിയോസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് വർക്കല ബീച്ചിൽ എത്തുന്നത്. നമ്മുടെ കൂടെ എൻ്റെ ബ്രദറും ഫാമിലിയും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വൈകുന്നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് എത്തിയതാണ് കേട്ടോ ഇവിടെ. ഒറ്റ നോട്ടത്തിൽ എന്താണ് ഇവിടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ബീച്ചിൻ്റെ തനതായിട്ടുള്ള ഒരു ഭംഗി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ മനോഹരമായിട്ടുള്ള സീനാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അഡ്വഞ്ചറസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഒരു വട്ടം ഇവിടെ വന്ന് വർക്കല ബീച്ച് കണ്ട എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പുറപ്പെടുകയാണെങ്കിൽ സമയം അതൊരു മെയിൻ ഫാക്ടറാണ് കേട്ടോ. സമയം നോക്കി വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. കാരണം ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയുന്ന കണക്കാണ്. കുറച്ച് നേരത്തെ ആണെങ്കിൽ നമ്മൾ നല്ല വെയിലായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടൊക്കെ ആയിരിക്കും. എന്നാൽ നമ്മൾ കുറച്ച് വൈകിയാൽ അത് സൺറൈസും സൺസെറ്റും ഒക്കെ കാണുന്നതിനെ ബാധിക്കും. കാരണം ഈ ഒരു ടൈമിൽ ഒരു സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ വൈകാനും പാടില്ല, നേരത്തെ ആവാനും പാടില്ല. ഞങ്ങളിങ്ങനെ കടലിലേക്ക് കണ്ണുനട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഇതുപോലെ ഒരു ബോട്ട് കൊണ്ടുള്ളൊരു അഭ്യാസം കാണുന്നത്. ഇതെന്താണ് സംഗതി എന്ന് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബോട്ട് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമമാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. നല്ല രീതിയിൽ നമ്മൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ സമയം മാനേജ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. പ്രത്യേകിച്ചും ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു കംപ്ലീറ്റ് ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുക. ഇവിടെ ഒന്നോ അതിലധികമോ ദിവസം സ്റ്റേ ചെയ്യാൻ വരുന്നവർക്ക് റൂമിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. കാരണം ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഹോട്ടൽസും ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. അതിനേക്കാൾ രസം എന്താണെന്നറിയോ, നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ ഇരുവശത്തായിട്ട് നിറയെ വീടുകളുണ്ട്. പക്ഷെ അതൊന്നും വീടായിട്ടല്ല യൂസ് ചെയ്യുന്നത്, അതെല്ലാം ഹോം സ്റ്റേ ആക്കി മാറ്റിയിരിക്കുകയാണ്. ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള പർപ്പസിനായിട്ട് അവരൊരു ബിസിനസ് പർപ്പസ് പോലെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് നമ്മുടെ റോട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന വഴിയുടെ ഇരുവശം നിറയെ ഹോം സ്റ്റേകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം തിരയാനായിട്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, നമുക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ ഇതുപോലൊരു ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് വളരെ വേർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ സൺറൈസും സൺസെറ്റും അങ്ങനെ ഒരു ദിവസത്തെ ഫുൾ ക്ലൈമറ്റ് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. എന്താ വില? ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ വിൽപ്പനയാണ്. അന്ന് പിടിച്ചത് അപ്പം തന്നെ സെയിൽ ചെയ്യാണ്. ഈ ഒഴുകി പോകുന്ന വെള്ളം കടലിലേക്കാണ്. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഒഴുകി വരുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അപ്പുറത്തെത്തി. ഞാൻ പതുക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സ്ലോ ആയിട്ട് നിന്നുപോയി. അങ്ങനെ അവരുടെ ഒപ്പം എത്താനായിട്ട് ഞാൻ ഇവിടെ നിന്ന് കിടക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പം ഇതിൽ കൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഷൂസൊക്കെ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് അപ്പുറത്തേക്ക് കിടക്കുന്നത്. ഷൂസ് നനഞ്ഞു കഴിഞ്ഞ് പണിയാവുമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പുറത്ത് എത്തിയപ്പോഴാണ് അറിയുന്നത് ഈ വെള്ളം എവിടെ നിന്നൊക്കെയോ വരുന്നതാണെന്നുള്ളത്. എന്തായാലും നല്ല വെള്ളം അല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. വേറെ വഴി ഉണ്ടെന്നും പറയുന്നുണ്ട് മുകളിൽ കൂടെയൊക്കെ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഷൂസ് നനയണ്ടെന്ന് വെച്ച് കൈ പിടിച്ച് ഇവിടെ വന്ന് ഷൂസ് ഇട്ട് ഞാൻ ഈ തിരമാലകളുടെയൊക്കെ വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നല്ല പണി കിട്ടി. എൻ്റെ ഷൂസ് ഒക്കെ നനഞ്ഞ് കുളിച്ചു. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. ഷൂസ് നനഞ്ഞ സ്ഥിതിക്ക് ഇനി എല്ലാം ശുഭം. വേറെ എവിടെന്നെങ്കിലും ഷൂസ് നനയുന്ന പോലെയല്ല കടൽ തീരുന്ന ഷൂസ് നനയുന്നത്. കാരണം
നമ്മൾ വീട്ടിൽ പോയി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു കൊട്ട മണലുണ്ടാവും അതിൽ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നേ തന്നെ ചന്ദ്രൻ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബീച്ചത്തെ കാഴ്ചകളൊക്കെ കാണാം. ഏതൊരു ബീച്ചിൽ പോയാലും അതല്ലെങ്കിൽ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയാലും മിക്കവാറും കാണുന്നൊരു കാഴ്ചയാണ് ഇതുപോലെ ഹിന്ദി സംസാരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന കുട്ടികൾ ഇതുപോലെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വരുന്നത്. ഈ കുട്ടികൾക്കറിയാം എങ്ങനെ ഇത് സെയിൽ ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ പറയാനായിട്ട് എന്താ കാരണം എന്ന് ചോദിച്ചാൽ, കുട്ടികളുള്ള പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് ഇവർ ആദ്യം ചോദിക്കും ഈ പ്രൊഡക്ട്സ്, അതായത് കുട്ടികൾക്ക് വേണ്ട ടോയ്സ് ഒക്കെ വേണോ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസ് പറയും വേണ്ട എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് അറിയോ, അവരുടെ കൂടെയുള്ള കുഞ്ഞു മക്കളുണ്ടല്ലോ അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഇങ്ങനെ കാണിക്കും. അത് ലൈറ്റ് ഉള്ളതാണെങ്കിൽ ലൈറ്റൊക്കെ ഓണാക്കി കാണിക്കും, അതിലേക്ക് സൗണ്ട് ഒക്കെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കും. അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു മക്കളൊക്കെ കരയാൻ തുടങ്ങും, അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു പാരൻസിനോട് പറഞ്ഞ് അത് കയ്യിൽ കിട്ടുന്നവരെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ പാരൻസിന് വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെയാണ് ഈ കുട്ടികൾ കച്ചവടം നടത്തുന്നത്. ഇവിടെ അഡ്വഞ്ചറസ് സ്പോർട്സിൻ്റെ ഒക്കെ ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിലേതെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഇരുട്ടാവാനായിട്ട് തുടങ്ങി. സമയം ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ഈ ഇരുട്ടാവുന്ന ഒരു കാഴ്ചയും നല്ല രസമുണ്ട് കേട്ടോ. അതെല്ലാം ഇവിടെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ദിവസം നേരം വെളുക്കുന്നതല്ലേ, ഉച്ച ആവുന്നതല്ലേ, വൈകുന്നേരം ആവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞാലും കൂടി ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നൊരു സ്ഥലം ശരിക്കും ഇതുപോലുള്ള ബീച്ച് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ശരിക്കും മോർണിംഗ് വൈബ്, ഈവനിങ് വൈബ്, നൈറ്റ് വൈബൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് പ്രകൃതിയുടെ ആ ഒരു വൈബ് നമുക്ക് അറിയാൻ കഴിയുക. ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വൈബാണ്. ആഘോഷങ്ങളെല്ലാം ഇത്ര നമ്മൾ കണ്ടാലും എടുക്കാത്ത രീതിയിലാണല്ലേ ഈ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു എൻജോയ്മെന്റ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പുറത്തു പോയാൽ ഹോട്ടലിൽ കാണുമ്പോൾ വിശപ്പ് തോന്നുന്ന കുറച്ച് ടീംസ് ഉണ്ടല്ലോ, ആ ഒരു ടീമിൽ പെട്ടതാണ് സോനു. അപ്പോൾ ഇവൻ ഈ ഹോട്ടലിൽ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വിശപ്പ്. അപ്പോൾ എന്തെങ്കിലും തൽക്കാലത്തിന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഓലപ്പുര എന്ന് പറയുന്ന ആ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം. നമ്മുടെ കൂടെ ഇരിക്കുന്ന മോൻ്റെ പേരാണ് കേട്ടോ ആയുഷ് വിജയ്. ആൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ദ വേൾഡ് ഓഫ് ആയുഷ് എന്നാണ് കേട്ടോ പേര്. ഞങ്ങൾ വീട്ടിൽ പോയ സമയത്ത് ഒരുപാട് ക്രാഫ്റ്റ് വർക്ക്സും ആർട്സും ഡ്രോയിങ്സ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കും കാണിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും മോൻ്റെ ചാനലിൽ കയറിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് കാണാം. അവിടെ കുട്ടികൾക്കായിട്ട് കൃത്യം പഴംപൊരിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് പഴംപൊരിയല്ല, ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. ബനാന റോസ്റ്റ് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. എനിവേ നമ്മൾ ഡിന്നറിനായിട്ട് പോകുന്നത് ദേ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വർക്കല ബീച്ച് വിശേഷങ്ങൾ. ഇന്ന് നൈറ്റ് ഞങ്ങളൊരു സ്ഥലത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ നമ്മളത് രാവിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. ഇനി പോകുന്ന വീഡിയോയുടെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.